പിന്നെ പള്ളിക്കുന്ന് MES കല്ലൂരി കോളേജിൻ്റെ അവിടുന്ന് അങ്ങോട്ട് തിരിയണേനേക്കാൾ നല്ലൊരു ഷോർട്ട് വഴിയുണ്ട്. അവിടെ ആ റോഡ് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം അധികാരികളുണ്ട്, റോഡിൻ്റേതായ അധികാരികൾ. ചില എന്താ ജഡ്ജിയോ ഇതിനൊക്കെ പ്രശ്നം തീർക്കാൻ നടക്കണം. നമുക്ക് തന്നെ 1338 പ്രശ്നങ്ങൾ കൊണ്ടാണ് ഓരോ ദിവസം വന്നോ. ആ സൈഡിൽ കൂടെ പോന്നാ പറഞ്ഞതേ ഏതൊരു പൊട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ കേരളത്തിൽ എന്ത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉള്ളത്, അതപ്പോൾ ഞാൻ ചിന്തിക്കാതെ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കോട്ടിപ്പടി കഴിഞ്ഞ് പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ എപ്പോഴും ട്രാഫിക്കിൻ്റെ പോലീസുകാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രാഫിക്കിൻ്റെ ലൈനിൽ തെറ്റിച്ച് പോയിട്ട്, അതായത് വണ്ടികളെ ഇടയ്ക്ക് അഭ്യാസം കാട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫോട്ടോ എടുക്കും, ഫൈൻ അടപ്പിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ മാസം ഈ വഴി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൈലാമ്പാടം പയ്യനാടൻ റോഡിൽ പള്ളിക്കുന്ന് ഭാഗത്തേക്ക് പോണ അവിടെ ആ പാടത്തും പക്കത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ നെല്ല് കൊയ്ത് കണ്ടം കാണാനൊരു രസമല്ല. അപ്പോൾ അതാ ഞാൻ എടുക്കാതിരുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ എന്താ പറയുക, കുന്തിപ്പുഴ ബൈപ്പാസ് റോഡുണ്ട്. അതായത് മൈലാമ്പാടം പള്ളിക്കുന്ന് MES കല്ലൂരി കോളേജിൻ്റെ അവിടുന്ന് അങ്ങോട്ട് തിരിയണേനേക്കാൾ നല്ലൊരു ഷോർട്ട് വഴിയുണ്ട്. അവിടെ ആ റോഡ് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റ് വെട്ടലിൻ്റെ പൊടികൾ, ഇല്ലെങ്കിൽ പാറ കോറി വേസ്റ്റ്, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസം വണ്ടി ഓടിക്കുന്നവർക്ക് കിട്ടും. പിന്നെ അതാർക്കും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഒരു 2 ആൾക്കാരെ വിളിച്ചു വന്നിട്ട് ആ റോഡ് ഞാൻ പകുതി ശരിയായി തരാം. എനിക്കതിൻ്റെ കൂലിയൊന്നും വേണ്ട. നിങ്ങൾ ഒപ്പം നിൽക്കുന്നവർക്ക് ചായയും വെള്ളം വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളും ഉണ്ടാക്കി തന്നാൽ മതി. അപ്പോൾ ഇതാണ് റോഡ്. റോഡ് ഇനി ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് കുഴി എന്നുള്ളത് നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇതൊക്കെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിൽ പോലും കാണിച്ചു തന്നിട്ടില്ല, അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. വേറെ എന്തൊക്കെയാണ് മണ്ടയിൽ ആലോചന വരിക. അപ്പോൾ അതേമാതിരി ഇതാ ഇവിടെ ഈ എൻഡിൽ ഭയങ്കര 2 കുഴിയുണ്ട് ഈ സൈഡ്. അതേമാതിരി ഈ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇപ്പം ചെറിയ വണ്ടി ആവുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദേഷ്യപ്പെട്ടു പോകും. പക്ഷെ വലിയ വണ്ടിയാണെങ്കിൽ ദേഷ്യപ്പെടാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെ ചേർന്ന് പോകുമ്പോൾ വണ്ടി സൈഡ് വന്ന് ഇടിക്കും. അതേപോലെ ഈ 2 സൈഡിലും നമ്മൾ നടുവൂക്കടെ വേണം പോവാൻ. അത് ഏത് വാഹനമായാലും അപ്പുറവും അപ്പുറമൊക്കെ കുണ്ടും കുഴികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇവിടുത്തെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ അധികാരികളുണ്ട്, റോഡിൻ്റേതായ അധികാരികൾ. ചില ബസ് സ്റ്റോപ്പും ചില കോൺക്രീറ്റ് റോഡൊക്കെ അടങ്കൽ തുക എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ ഇവർ നോട്ടീസ് ബോർഡിൽ കാണിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ടൊരു കോൺക്രീറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ റോഡൊന്ന് നേരേക്ക് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്നത് 8 വേണം പോകാൻ. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. കാരണം നിരവധി വാഹനങ്ങൾ മൈലാമ്പാടം പള്ളിക്കുന്ന് വഴി ഷോർട്ട് അടിച്ച് പോണ റോഡാണിത്. അപ്പോൾ ആ റോഡൊന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അധികാരി എന്ന സ്ഥാനം എന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെയൊക്കെ കുണ്ടുകുഴിയാണ്. വലിയ വാഹനങ്ങൾ പറഞ്ഞാൽ ടിപ്പറൊക്കെ ഇതിവിടെ വന്നാൽ പിന്നെ ബാക്ക് എടുത്തിട്ട് വേണം പോകാൻ. ഇവിടെ ശരിക്കും സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം വാഹനങ്ങൾ സ്വൈരമായിട്ട് പോകും. പിന്നെ അതേമാതിരി ഇവിടെ തോന്നിയ മാതിരിയാണ് വരുന്നത് ഈ വഴിക്കടെ. കാരണം റോഡ് മോശമായിട്ടാണ്. ഇവിടെയൊക്കെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് കോൺക്രീറ്റിൻ്റെ കട്ടകൾ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാടിലെ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിക്കുക.
ഒരു കണക്ക് പുസ്തകം വാങ്ങിക്കാവും നല്ലത്. കാരണം എന്താ അറിയോ, ചിലര് ചില മോട്ടിവേഷനിലൊക്കെ കേട്ടിട്ടുണ്ട്, കണക്ക് പുസ്തകം കയ്യിൽ വെക്കാത്തവനായിരിക്കും ഏറ്റവും നല്ല ബന്ധം ഉണ്ടാവുക, അതുണ്ടാവുക, ഇതുണ്ടാവുക. പക്ഷേ കണക്ക് പുസ്തകം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു കണക്കും ഉണ്ടാവില്ല. ആ കണക്ക് പിന്നീട് നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും, ഉറപ്പായിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഭൂമി അവസാനിക്കൊന്നും വേണ്ട, നമ്മളൊന്ന് തീർന്നാൽ മതി. അങ്ങനെ തീരൂല, അത് ഈ മുന്നിൽ പോണ വണ്ടി ഒന്ന് പൊട്ടിയാൽ മതി. വന്നോ, ആ സൈഡിൽ കൂടെ പോന്നാ പറഞ്ഞത്, ഏതൊര പോട്ട. ഇപ്പോഴത്തെ കാലമൊക്കെ മാറിയിട്ട് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ എത്ര ക്ഷമിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. നമ്മൾ ക്ഷമിക്കുന്നതോറും നമ്മുടെ നെഞ്ഞത്തേക്ക് കയറാൻ വരിക. ഈ നെഞ്ഞത്തേക്ക് കയറാൻ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക അറിയോ? ആ സാറ് പോട്ടെ എന്നിട്ട് പറയാം. പിന്നെ സാറന്മാരെ പറഞ്ഞു പറയും. നമ്മളെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ നമ്മൾ അങ്ങോട്ടും ചൊറിയും. അത് ആരായാലും ഇപ്പം അങ്ങനെയുള്ള നോട്ടമൊന്നുമില്ല. അപ്പോൾ അതാ നിങ്ങൾ കേട്ടോണ്ടേ ഇരിക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളെ എത്ര ഇനിയുള്ള എന്ത് ഭരണം മാറിയിട്ടും ഭരണത്തിലുള്ള ആൾക്കാർ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ ഇരിക്കുകയാണ്. ഒരു ആവശ്യമില്ലാതെ വെറുതെയാണ് ഈ ഭരണത്തിൽ. ഇനിയിപ്പോൾ ഭരണം പൊളിച്ചടുക്കിയിട്ടും കാര്യമില്ല. കാരണം ഈ ഭരണം പൊളിച്ചടുക്കിയാലും ഇങ്ങനെ തന്നെയാവും, ഇതിനേക്കാളും മോശമാവും. നമ്മൾ വെറുതെ തട്ടിക്കയറാൻ പോവാണ്. ഫ്രണ്ട് തട്ടും. ഏറ്റവും നല്ലത് ഒന്നാമതെന്താ അറിയോ, നമ്മുടെയൊക്കെ എന്താ പറഞ്ഞാൽ ക്ഷമ ഇല്ലാത്തതിൻ്റെ ഒറ്റ പ്രശ്നമാണ്. നമ്മളാരാന്ന് നമുക്ക് തന്നെ അറിയില്ല. ഞാനവിടെ ഒരു കാറും ഒരു ബസ്സും കൂടി തട്ടിയിട്ടുണ്ട്. ഞാനത് നോക്കാൻ പോവാട്ടോ, അല്ല അപ്പോൾ എനിക്ക് ക്ഷമ ഇല്ലാത്തതിൻ്റെ പ്രശ്നമല്ല. ഒഴിവായി അത് തട്ടീനോ. എന്താ അറിയോ, ഒക്കെ നമ്മൾ വിട്ടു കൊടുക്കുകയാണെങ്കിൽ പോലും അവരത് അതിൻ്റെ മേത്തുകൂടെ കയറി പോവുള്ളൂ. കാറുകാരനാണ് എന്തായാലും എന്തോ മുട്ട എന്താണ് സംഭവം. സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഇപ്പം വന്നതൊന്നും അല്ല കേട്ടോ വരവ്. അതൊക്കെ നമുക്ക് വരവ് വെക്കാം. ഏത് നമ്മുടെ പ്രളയം, അതേപോലെ പിന്നെ കൊറോണ മൊത്തം ഉണ്ടായതാണ്. ഓരോ നാടുകളിൽ പ്രളയം ഉണ്ടാവാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം വേറൊരു സംഭവം കൂടി വരാൻ പോവുകയാണ്. അതുകൊണ്ട് ആരും നെട്ടണ്ട. നമ്മുടെ നാട്ടിൽ അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഓരോ ആൾക്കാരും. അപ്പോൾ അതിനുള്ള ഇതൊക്കെ ദൈവം തമ്പുരാൻ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. സുവിശേഷം പറയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇന്നിപ്പോൾ ട്രെയിന് തട്ടിയിട്ട് 3 ആൾക്കാർ മരിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മെയിനായിട്ടുള്ള പ്രശ്നം നമ്മുടെ ഈ കാശൊക്കെ എവിടെ പോകണമെന്ന് അറിയോ? നമ്മുടെ ഈ കേരളത്തിൻ്റെ മാത്രം കൂട്ടാം, പുറത്തുള്ള കൂട്ടില്ല. തമിഴ്നാടും അവിടെ എവിടെയൊന്നും കൂട്ടില്ല. കേരളത്തിൻ്റെ പൈസ മുഴുവൻ പോണത് പകുതി 50% ഹിന്ദിക്കാർ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഹിന്ദിക്കാർ, ബംഗാളി, മറാഠി, ഗുജറാത്തി, അങ്ങനെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ പൈസ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ EMI, അതായത്
EMI എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മൊബൈൽ എടുക്കുക, TV എടുക്കുക, ഫ്രിഡ്ജ് എടുക്കുക, വാഷിംഗ് മെഷീന്, അങ്ങനെ ഈ എന്താണ് വീട്ടിലേക്ക് വേണ്ടത്. വീട്ടിലേക്ക് മാത്രമല്ല, EMI ഇപ്പോൾ പല ഇതും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ വഴിക്ക് 50% അങ്ങനെയും പോകുന്നുണ്ട്. അപ്പൊ പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നേരിടാതെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മറ്റേ തിരുവനന്തപുരത്ത് കൂട്ടക്കൊല നടത്തിയ ആ പയ്യന്റെ കുടുംബത്തിന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്ത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉള്ളത്? അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. നമ്മളിപ്പോ അങ്ങനെ പോയിട്ട് പ്രതിസന്ധികൾ തീരുമോ? ഒരിക്കലും തീരില്ല. നമ്മുടെ പ്രതിസന്ധികൾ കൂടുക എന്നല്ലാതെ